ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 52. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. രാവിലെ മുതൽ ലൈവ് ഭയങ്കര ശോകമായിരുന്നു. ലൈവിനകത്തൊരു ഊപ്പും ഉണ്ടായിരുന്നില്ല. ബോട്ടിൽ ടാസ്ക് ആണ് തുടങ്ങിയത് മുതൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് സംഭവിച്ച വീട്ടിനകത്ത്. അപ്പോൾ ഇന്ന് പാട്ടിൽ നിന്ന് തുടങ്ങി ആസ് യൂഷ്വൽ. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. ആൻഡ് അഗെയിൻ ബിന്നി ഇന്നലെ ഒളിപ്പിച്ച് വെച്ച പാലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന ആ ഒരു കോണ്ടൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗിസേലിൻ്റെയും നമ്മുടെ നെവിൻ്റെയും കാട്ടവരാതെ ആക്ടിങ് അനുമോള് കാണിച്ചു കൊടുത്തത് അതുപോലെ നിന്നിട്ട് ഗിസേൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അൺസൈക്കബിൾ സാധനമായിരുന്നു. ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റിയില്ല മനുഷ്യന്. അത് കഴിഞ്ഞിട്ട് അഗെയിൻ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തിയതിന് ശേഷം അവിടെ ഇരുന്ന് ടാസ്ക് അനീഷ് വായിച്ചു കൊടുക്കുകയാണ്. അനീഷ് ടാസ്ക് വായിച്ച് കൊടുത്തിട്ടും ഇട്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനതൊരു പിടുത്തം കിട്ടിയെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടാസ്ക് ലെറ്ററിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പറയാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസിൻ്റെ സെലക്ഷനായിരുന്നു ക്വാളിറ്റി ഓഫീസേഴ്സായിട്ട് അനൂനി, ജിഷ്നി. ഓക്കെ, ബാക്കിയുള്ള 2 ഓണേഴ്സിനെ ഇവർ തന്നെ ഇൻമേറ്റ്സ് തന്നെ തിരഞ്ഞെടുത്തതാണ്. കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊട്ടും കൺഫ്യൂഷൻ വരാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. സ്ട്രെയിറ്റ് അവേ ഉള്ളൊരു ടാസ്ക്കാണ്. കോയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബോട്ടിൽസ് കളക്ട് ചെയ്ത് അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റിയാൽ ഒരു ഡീല്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ബിസിനസ് ഡീല് ചെയ്യുന്ന പോലെ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി തമ്മിൽ ഡീലുകൾ സംസാരിച്ച് മാക്സിമം കോയിൻസ് മേടിച്ചെടുത്ത് ഇത് ആ രീതിയിൽ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇവർക്ക് ബേസിക്കലി ഈ ഗെയിംസിൻ്റെ ഒന്നും ഒരു അടിസ്ഥാനം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും പേഴ്സണലി എനിക്ക് കിട്ടില്ല നിങ്ങൾക്കും വേണ്ട, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട, ഇതാണ് ബേസിക്കലി ഇവർക്ക്. ഭയങ്കര സെൽഫിഷ്, ഒരു ഒടുക്കത്തത്. ഇപ്പോൾ ഞാൻ പറയും, ഈ ടാസ്കിനകത്ത് ഈ ഓണറെ ഈ ഒരു ബിസിനസ് ഡീലിലേക്ക് കൊണ്ടുവരിക, അതിനാകെ ശ്രമിച്ചത് എനിക്ക് തോന്നുന്നു ഷാനവാസും അനീഷും തമ്മിലുള്ളൊരു സംസാരമാണ്. ഇപ്പോൾ അതാണ് നമ്മൾ ഇതിൽ കണ്ടേ എപ്പിസോഡിലും കണ്ടത്. ലൈവിലാണെങ്കിലും അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് ഡീലിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഷാനവാസിൻ്റെ ഒരു ഡീലൊക്കെ രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡീല് സംസാരിക്കുക, അതൊന്ന് മാക്സിമം കോയിൻസ് കിട്ടാനുള്ള കോയിൻസ് എടുക്കാൻ നോക്കുക. അതിനുശേഷം ഈ ഒരു സംഗതി അവിടെ ക്വാളിറ്റി ഓഫീസറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് പിന്നെ ഓണറിൻ്റേതായിട്ടുള്ള ഡീലുകൾ സംസാരിക്കേണ്ടത്. അത് അനീഷ് കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് മാത്രമാണത് കൃത്യമായി ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് നെവിൻ ലൈക്ക് വേണേ തന്നിട്ട് പോയിക്കോ, ഈ മൈൻഡിലാണ് നെവിൻ്റെ ഒരു ഐറ്റം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡീലുകൾ വെച്ച് ഗ്രൂപ്പ്, ചെറിയ മൈക്രോ ഗ്രൂപ്പുകളായി ഡീലുകൾ വെച്ച് അതിൽ നിന്ന് കോയിൻസ് മേടിച്ച് കാരണം കുറച്ചുകൂടി ക്ലെവറായി മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കേണ്ട ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സെൽഫിഷ് ഗെയിം കളിച്ച് എല്ലാം കൊണ്ടുപോയി തൊലയ്ക്കാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാസ്ക് തുടങ്ങിയ സമയത്ത് തന്നെ ആര്യൻ ആസ് യൂഷ്വൽ ഒരു ടാസ്കിൽ ഭയങ്കര സ്പീഡുള്ള ഒരാളാണ്, നല്ല അജിലിറ്റി ഉള്ള ഒരാളാണ്. ഓടിപ്പോകുന്നു, ചാക്കെടുക്കുന്നു. ചാക്കെടുത്തതിന് ശേഷം പിന്നെ അവിടെ എന്താ നടക്കുന്നതിനുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. വലി, പിടി, അടി, പറക്കൽ ഇതായിരുന്നു. ഒനിലിന് എല്ലാ ടാസ്കും, ഇങ്ങനത്തെ എല്ലാ ടാസ്കിനകത്തും ഒനിൽ വട്ടപൂജയാണ്. ഒനിലിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഒനിൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ അഭിലാഷം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ലക്ഷ്മി പിന്നെ മറ്റേ 50 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ടുള്ള കളി മാത്രമാണ് ലക്ഷ്മിയുടെ കളി. സേഫായിട്ട് ബോഡി സേഫാക്കി, ഞാനില്ല നമ്മളില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വഴിക്ക്. സാബുമാൻ ആദ്യത്തെ റൗണ്ടിലൊക്കെ ഇങ്ങനെ എവിടെയോ ഒരു ഗ്ലിംസ് കണ്ടിട്ടുണ്ടായിരുന്നു സാബുമാൻ്റെ. പിന്നെ 2ാം റൗണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് സാബുമാൻ സൈഡായിട്ടുണ്ട്. അങ്ങനെ ടാസ്ക് ആദ്യ റൗണ്ട് തുടങ്ങി. കുറേ കുപ്പിയൊക്കെ ഇങ്ങനെ പിടിച്ച് പറി നടത്തി കഴിഞ്ഞാൽ എന്താണെങ്കിലും കുപ്പി ചടങ്ങും എന്നുള്ള കാര്യം ഓബ്വിയസാണ്. ഓക്കെ, മര്യാദയ്ക്ക് ഒരു കുപ്പി കിട്ടാൻ വളരെ പാടാണ്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ അത്യാവശ്യം ലക്ഷ്മി ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ. ലക്ഷ്മി മാത്രമല്ല, അത്യാവശ്യം കയ്യിൽ 1-2 കുപ്പിയുള്ള ആളുകളൊക്കെ ഒരു എഫേർട്ട് ഇടുന്നതായിട്ട് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ആദ്യത്തെ റൗണ്ടിൽ അവർക്ക് ഫ്രഷായിട്ട് കുപ്പി കിട്ടിയപ്പോൾ പിടിവലി നടന്നാലും ചളുക്കം വന്നാലും കളിക്കാൻ താല്പര്യമുള്ളവർ, അത്യാവശ്യം ഇപ്പോൾ നൂറയാണെങ്കിലും ബിന്നിയാണെങ്കിലും ഒക്കെ കളിക്കാൻ താല്പര്യമുള്ളവർ, ഈവൻ ആര്യനാണെങ്കിൽ പോലും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ക്വാളിറ്റി ഓഫീസേഴ്സിൽ അനുമോളെ പറയണം. അനുമോൾ ഇന്ന് ടാസ്ക് ഇല്ലാതാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിച്ച് കൈ കൊടുത്തു. അത് മേ ബി ബാക്കിയുള്ളവരുടെ ഈ പറച്ചിൽ അല്ലെങ്കിൽ അനുമോളുടെ സ്വയം മനസ്സിനകത്ത് തോന്നിക്കാണും.
ഇതിപ്പോൾ ഗോൾഡ് കോയിൻ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, കൂടുതൽ കോയിൻ കയ്യിലുള്ളവർക്ക് നോമിനേഷൻ ഫ്രീ കിട്ടും, ഓബ്വിയസ് ആണ്. അപ്പോൾ എന്തിനാ അത് എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമുള്ളത്? ഒന്നും കൊടുക്കാൻ കണ്ടിട്ടില്ല, ഞാൻ അനങ്ങാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസ് ഈ മറ്റേ കറക്റ്റ് ആളെ പിടിച്ചിട്ട് ക്വാളിറ്റി ഓഫീസർ ആവുക എന്ന് പറഞ്ഞ പോലെയാണ്. ജിഷൻ പിന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് റെഡി ആയിരുന്നു, അനുമോൾ റെഡിയല്ല. അനുമോളും ജിഷനും തമ്മിൽ ഒരു രീതിയിലുള്ള റാപ്പോ ഇല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ജിഷൻ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഈ ടാസ്ക് ഒന്ന് മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിലും അനുമോൾ റെഡി ആയിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ എങ്ങനെയൊക്കെയോ ഇവർ ആ ഒരു ടാസ്കിൻ്റെ ഒരു തുടക്കത്തിലുള്ള പിടിവലയ്ക്ക് കഴിഞ്ഞതിന് ശേഷം കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണിയൊക്കെ എടുത്ത് നെവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു, അനീഷിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. നെവിൻ്റെ കൗണ്ടറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഇങ്ങനെ നോക്കും, നെവിന് ഇഷ്ടമുള്ളവരിതൊക്കെ എടുക്കും, ഇല്ലാത്തവരിത് തട്ടും. നെവിൻ ആ ഗെയിം എല്ലാ ഗെയിമും ഫണ്ണി ആയിട്ട് എടുക്കുന്ന പോലെ തന്നെ നെവിൻ അതൊരു വലിയ കാര്യമായിട്ടൊന്നും ആ ഗെയിം എടുത്തിട്ടില്ല. നെവിൻ കുറേ വെള്ളം കുടിക്കും, നെവിൻ വരുന്നതിൽ ആൾക്കാരെ നോക്കിയിട്ടും കാര്യങ്ങൾ നോക്കിയിട്ടും കുറേ സാധനങ്ങൾ എടുക്കും. അവിടെ കൊണ്ടുപോയി ക്വാളിറ്റി ഓഫീസേഴ്സിന് കൊടുക്കുമ്പോഴാണെങ്കിലും കൺവിൻസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നെവിൻ നടത്തുന്നില്ല. ആരോടും അങ്ങനെ വലിയ രീതിയിലുള്ള വിലപേശലുകളും നെവിനില്ല. ഓക്കെ, അങ്ങനെ നെവിൻ ഒരു സൈഡിൽ അങ്ങനെ ഒരു എന്താ പറയുക, നെവിനെ ഗെയിം കളിക്കാൻ വെറുപ്പ്, കാണുന്ന നമുക്കും വെറുത്തുപോയി. അങ്ങനെ ഒരു ഗെയിം അനീഷാണ് പ്രോപ്പറായിട്ട് ഗെയിമിൻ്റെ സെൻസിൽ എടുത്തിട്ടുള്ളത്. അനീഷ് അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊരു പരിധി വരെ ആര്യനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആര്യനും ഈ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതിക്ക് തന്നെ ആര്യനും ഒരു എഫേർട്ട് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ ഗിസേലിൻ്റെ ഉടായ്പകൾ പലതും ഇന്ന് വെളിവായി. കുപ്പി കഴുകാത്തതും സാബുമാൻ്റെ കുപ്പി എടുത്ത് പോകുന്നതുമായിട്ട് ഗിസേലാണ് ഈ പരിപാടി തുടങ്ങിയത്. ഇവർക്ക് പിന്നെ കട്ടും മോട്ടിച്ചും തമ്മിൽ പിച്ചിപ്പറച്ചും വേറൊരുത്തൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചും ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചൊക്കെയാണല്ലോ ശീലം. അങ്ങനെ ടാസ്ക് പൊട്ടിക്കലാണല്ലോ അവരുടെ മെയിൻ പരിപാടി. കളിച്ച് തോൽപ്പിച്ചാലും വലിയ സീനില്ല, അല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് തോറ്റാലും പ്രശ്നമില്ല. ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞതിൽ നിന്ന് ഒരു എൻഡ് റിസൾട്ട് വരുന്ന രീതിയിലൊരു ഗെയിം കളിച്ചാലും ഒരു വിഷയമുള്ള കേസല്ല. ഇത് കോണ്ടൻറ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, ചീഞ്ഞ കണ്ടൻറ്റ്, തമ്മിലടിയും വഴക്കും ഈ ടാസ്ക് പൊട്ടിക്കലും. ക്വാളിറ്റി കണ്ടൻ്റ് അല്ല ഇതിനകത്ത് ഈ ടാസ്കിൽ നിന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ടീമിനാണെങ്കിൽ പോലും ഭയങ്കര ഇപ്പോൾ ഈ ടാസ്ക് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ബിഗ് ബോസിനകത്ത്, അവരൊക്കെ എത്ര മാസങ്ങളും ദിവസങ്ങളും എടുത്ത് ഈ സാധനം ഫ്രെയിം ചെയ്ത് ഇത് കൊണ്ടുവന്ന് വെച്ച് ഇതുവരെ നല്ല രീതിയിൽ കളിച്ചതിന് റിസൾട്ട് വരുമ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആ റിസൾട്ട് കിട്ടുന്ന ആൾ ഇങ്ങനെ കളിച്ചെന്ന് ചോദിക്കുക, ആ എക്സിക്യൂഷനെ കുറിച്ച് സംസാരിക്കുക ലാലേട്ടൻ. ഇതിപ്പോൾ എന്താ ലാലേട്ടനൊക്കെ വന്നാൽ പറയാണ്ടാവുക, മക്കളെ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ട് ഞാൻ നിങ്ങളെ കഴിഞ്ഞ 2 ദിവസം ഉപദേശിച്ച് പോയതല്ലേ ശനിയും ഞായറും, ഇതാണോ നിങ്ങൾക്ക് എൻ്റെ ഉപദേശത്തിന് നിങ്ങൾ വില തന്നത്? ടാസ്ക് വരിക, ടാസ്ക് കോളാക്കുക, ടാസ്ക് വരിക, ടാസ്ക് കോളാക്കുക. എന്തുവാടെ ഇത്? സ്വയം അതൊന്ന് ചെയ്തിട്ട് നല്ല രീതിയിൽ അടുത്ത ശനി ഞായറും ലാലേട്ടന് മുന്നിൽ പോയി നിൽക്കണമെന്നൊന്നും ഇല്ല അവർക്ക്. ടാസ്ക് കോളാക്കണം, എനിക്കില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ടെന്നുള്ള മെൻറ്റാലിറ്റി ആ വീട്ടിൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അനീഷ് സഹിച്ച് സഹനം എന്ന് പറഞ്ഞാൽ അനീഷ് ഭൂമിയോളം താന്നിട്ടുണ്ട്. അനീഷിന് ആ സമയത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ആര്യനും ഒരു പരിധി വരെ ടാസ്ക് മനസ്സിലാക്കിയിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കാൻ ആര്യനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ടാസ്കിൻ്റെ ഫസ്റ്റ് ഫേസിൽ അനീഷ് എങ്ങനെയൊക്കെയോ ബാക്കിയുള്ളവർ കൺവിൻസ് ചെയ്തതും അനീഷിനെ കൺവിൻസ് ചെയ്തതും അനീഷ് കൺവിൻസ് ആയതും ഒക്കെ എല്ലാതും കൂടി കൂട്ടി ആ ഒരു ടെസ്റ്റിംഗ് ബോട്ടിൽ ഒരു ടെസ്റ്റ് ബോട്ടിലുമായിട്ട് അവിടെ ചെന്നു സാമ്പിൾ ബോട്ടിലായിട്ട് ചെല്ലുന്നു. പിന്നെയാണ് അനുമോളെ ചീഞ്ഞക്കളി. അനുമോളിൻ്റെ പൊന്നി, അനുമോളെ വിചാരം അനുമോൾ ISRO ഏതോ ടെസ്റ്ററാണ്. അനുമോൾ അവിടെ ഇരുന്ന് മൈക്രോസ്കോപ്പും കണ്ണിൽ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അനുമോളെ ബേസിക് സാധനം എനിക്കിന്ന് ലൈവ് നിന്ന് കുറച്ചേ ഞാൻ കണ്ടുള്ളൂ ഈ ഒരു പോർഷൻ, അനുമോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന പോർഷൻ. പക്ഷേ എപ്പിസോഡിൽ ഒന്നും കൂടി വിസിബിൾ ആയിരുന്നു. അനുമോൾക്ക് പ്രത്യേകിച്ച് അനുമോൾ പാസ്സാക്കി വിട്ടിട്ട് എന്ത് കിട്ടണ്ട, ആർക്കും കോയിൻ കിട്ടണ്ട. ആർക്കും കിട്ടണ്ട. ഇത്രയും പെർഫെക്റ്റ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അനുമോൾ അടിക്കുക എന്നുള്ള മൂഡിലേക്ക് അനുമോൾ പോവുകയാണ്. ഈ ഗെയിമിൽ തന്നെ ഈ ക്വാളിറ്റി ഓഫീസേഴ്സ് അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഈ എൻറ്റയർ ടാസ്ക് മുന്നോട്ട് പോകുള്ളൂ. സംഗതി ഈ കടയുടെ ഓണറാണ് ആർക്കൊക്കെ കോയിൻ കൊടുക്കണം തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവരിലേക്ക് കോയിൻ എത്തണമെങ്കിൽ ക്വാളിറ്റി ഓഫീസേഴ്സ് ഇത് ക്വാളിറ്റി അഷ്യൂർ ചെയ്ത് ബിഗ് ബോസിന് ഈ സാധനം ചെക്ക് ചെയ്ത് കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോയിൻ ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് തന്നെ അനുമോക്ക് ഇത് വൃത്തിയായിട്ട് ആ ഒരു പ്ലാന് മനസ്സിലുണ്ട് തോന്നുന്നു.
അതുകൊണ്ട് തന്നെ അനുമോൾ ഒരു വകയ്ക്കും അനുമോൾ റെഡി ആവുന്നില്ല. പിന്നെ ഇവർ അതിനിടയിൽ ഇത് കുറേ ഇരുന്ന് കുടിക്കുന്നുണ്ട്, കുറേ എണ്ണം തട്ടിക്കളയുന്നുണ്ട്, കുറേ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സൈഡിൽ കൂടി നിന്നാണ്. ഇവർക്ക് എന്ത് കൊടുത്താലും ഇതാണ് അവസ്ഥ. കട്ടും മുട്ടിച്ചും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടി. എന്താണെങ്കിലും അനുമോളും ജിഷനും തമ്മിൽ ഒരു ഫൈനൽ സ്ഥാനത്തേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ വന്നു. പലരും അവിടുന്ന് കുപ്പികൾ ഇപ്പം അനുമോൾ തന്നെ എടുത്തിട്ട് ഒഴിച്ച് കളഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ അവിടുന്ന് കുപ്പി എടുത്ത് കൊണ്ടുപോയി. അപ്പോഴൊക്കെ സഹിച്ച് നിൽക്കുകയാണ് അനീഷ്. ലാസ്റ്റ് അനീഷ് ഒരു പൊട്ടിത്തെറി. അനീഷിൻ്റെ പൊട്ടിത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, കണ്ടു നിന്ന ബാക്കിയുള്ളവർ ഒരാകെ അന്തം വിട്ട അവസ്ഥയായി പോയി. ആരിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഗെയിം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ മോട്ടിവേഷനും കയ്യടിയൊക്കെ ആയിട്ടാണ്ട് ഇരുന്നോളും. ആര്യനും അനീഷും കൂടി, അനീഷിങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കണോ ആര് ചാടി കൈയടിക്കുന്നു, അനീഷ് പൊട്ടിക്കണോ ചാടി കൈയടിക്കുന്നു. ആ സ്കീമായിരുന്നു. കാരണം ശരിക്കും അനുമോക്കും ജിഷും പറഞ്ഞ പോലെ ഒരു ഫൈനൽ സ്ഥാനത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ, ഓക്കെ, ഒരു ഈവൺ ആയിട്ടെങ്കിലും വെച്ചിരുന്നെങ്കിൽ സെക്കൻഡ് ഫേസ് പിന്നെയും നന്നായിട്ട് കളിക്കാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഓക്കെ, അവിടെ ജിഷിനും അനുമോളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല. അതിനിടയിൽ ഒനീലിൻ്റെ വക കുത്തിത്തിരിപ്പ്. ഒനീലിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒന്നേ ഒനീലിന് കിട്ടിയില്ല. ഒനീലിന് വയ്യ. ഒനീലിന് അങ്ങനത്തെ ഗെയിമൊന്നും കളിക്കാൻ വയ്യ. ഒനീലിൻ്റെ വിചാരം ഇതൊക്കെ മൈൻഡ് ഗെയിമാണെന്ന്. മൈൻഡ് ഗെയിം അല്ലത്. ഇത് ഞാൻ പറയുമ്പോൾ മൈൻഡ് ഇല്ലാത്ത ഗെയിമാണ്. മൈൻഡൊന്നും ഇല്ല ഇതിനകത്ത് ഒനീലിന് വയ്യാത്തോണ്ട് ഒനീലിന് മര്യാദയ്ക്ക് കളിക്കുന്നില്ല. അതുകൊണ്ട് ആ എൻറ്റയർ ടാസ്ക് കോളാവണം, ആർക്കും ഒന്നും കിട്ടരുത്. അതിന് അനുമോളെ പോയി മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മൈൻഡ് ഗെയിം എന്നാണോ പറയണ്ടേ? ഇത് വിന്നിയേക്കാൾ വലിയ കുത്തിത്തിരിപ്പ് എന്നാണ് ഇതിന് പറയേണ്ടത്. ഇതിന് മൈൻഡ് ഗെയിം എന്നല്ല. അഭിലാഷാണെങ്കിൽ ചക്കിക്കൊത്ത ചങ്കരനെ പോലെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ആ വീട്ടിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചാടി വരണം അഭിലാഷിന്. FC ബോയ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലായിരുന്നു. ഒരു സംഗതി ചെയ്തില്ല. ലാസ്റ്റ് എൻറ്റയർ സാധനം എടുത്തെറിഞ്ഞ് അനീഷിൻ്റെ ഷോ. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് അനീഷ് കയറൂടെ. അനീഷ് ഓൾറെഡി നമ്മളെ ഷാനവാസിൻ്റെ സാധനം റിജക്റ്റ് ചെയ്തപ്പോൾ തന്നെ അനീഷ് ഗെയിമിലാണ് എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിരുന്നു. പിന്നെ അനീഷ് പൊട്ടിയ പൊട്ടലിന് ബാക്കിയുള്ളവരുടെ ഈ ഷോ കാണുന്നതിനേക്കാൾ നല്ലത് അനീഷിനെ പൊട്ടിത്തെറി കാണുന്നതെന്നുള്ളത് ജനങ്ങളും വിചാരിക്കുന്ന രീതിയിലേക്ക് വരെ ലൈവിലും ഇന്നത്തെ എപ്പിസോഡിലും കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കാരണം എനിക്ക് തോന്നുന്നത് ഭയങ്കര ഹൈ കിട്ടാൻ പോകുന്നത് ഒന്ന് അനീഷാണ്, ഒന്ന് ആര്യനാണ്. ഒരു പരിധി വരെ കുഴപ്പമില്ലാതെ ഒരു ന്യൂട്രൽ ഫേസിൽ വേണമെങ്കിൽ ഷാനവാസിനെ വയ്ക്കാൻ പറ്റും. അല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല. ഗെയിം വയ്യ അവരെ കൊണ്ട്. അങ്ങനെ ആ ഒരു ഫേസ് കഴിഞ്ഞു. ബിഗ് ബോസ് വിളിച്ചു കൊടുന്ന് ഇരുത്തിയോടത്തൊന്നും ആട്ടിയും കുറ്റി എത്ര നേരെ ലൈവിലത് ഓടിയതറിയോ. അവിടെ ലിവിങ് റൂമിൽ വന്നിരുന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാൻ പറയുമ്പോൾ ഇവരൊന്നും തമ്മിൽ ഈ സാധനങ്ങൾ ശരിയാവുന്നില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ തമ്മിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ, കോയിൻ ഇങ്ങോട്ട് വരണ്ടേ, ആരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ജിഷിനത് പിന്നെ അങ്ങനെ തോന്നിയതുകൊണ്ടാണ് തോന്നുന്നു. ജിഷിൻ വീണ്ടും അതിനൊരു എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് നോ യൂസ്. ദെൻ ലേറ്റർ ഓൺ ഈ FC ബോയിനെ, ഒനീലിനെ വീട്ടുകാർ പഞ്ഞിക്കിടേണ്ടത് നിർബന്ധമായിരുന്നു. കാരണം ഒനീൽ കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒനീൽ അവിടെ കിടന്ന അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. സ്റ്റാൻഡേർഡ് വേണം, ഗെയിം കളിക്കാൻ ഭയങ്കര സ്റ്റാൻഡേർഡ് കളിക്കണം, അങ്ങനെ കളിക്കരുത് ഇങ്ങനെ കളിക്കരുത് എന്ന് പറഞ്ഞാൽ ഒനീൽ അവിടെ നിന്ന് കളിച്ചത് വെറും തെണ്ടിക്കളിയാണ്. അവനാരും വയ്യ എന്നാൽ ബാക്കിയുള്ളവരെ കൊണ്ടും കളിപ്പിക്കുന്നില്ല. ഈ സ്കീമിലേക്കാണ് സാധനങ്ങൾ ഒനീൽ കൊണ്ടുപോയി വെച്ചത്. അഭിലാഷ് ഈ പറഞ്ഞ പോലെ ചക്കിയൊത്ത ചങ്ങനെ പോലെ അതിൻ്റെ പിന്നാലെ പോയി ഒന്നും കൊടുത്തു. എഗെയിൻ സെക്കൻഡ് റൗണ്ട് തുടങ്ങി. ഇന്നാലെങ്കിലും ഞങ്ങൾക്ക് ബോധം വേണ്ട ഈ സെക്കൻഡ് റൗണ്ട് കളിക്കണം എന്നുള്ളത്, അതുമില്ല ഞങ്ങൾക്ക്. ഇവർ വെറുതെ അവിടെ സെക്കൻഡ് റൗണ്ടൊക്കെ ആയപ്പോൾ ബിഗ് ബോസും കളിച്ച് ഓൾറെഡി പഴയ കുപ്പി ആ കളിഞ്ഞ കുപ്പി തന്നെ വെച്ചും കൊടുത്തു, പുതിയ കുപ്പി കൊടുത്തതുമില്ല. സെക്കൻഡ് റൗണ്ടിൽ അതിഭീകരമായ പിടിയും വലിയായിരുന്നു. ആർക്കൊക്കെയോ പരിക്ക് പറ്റിയിട്ടുണ്ട്. ലക്ഷ്മി അഗെയിൻ 50 മീറ്റർ മാറി നിൽക്കാം, ഞാനില്ലേ നമ്മളില്ലേ പറഞ്ഞിട്ട് ലക്ഷ്മി ഒരു സൈഡിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഫേസ് ആയപ്പോഴത്തേക്ക് ആദ്യം മുതലേ ചൊറിയാണ്. നൂറ കുറച്ച് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ പിന്നെ നൂറൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നൂറൊക്കെ എക്സ്ട്രീം ലെവലിലേക്ക് ഇതിൽ പോയിട്ടുണ്ട്. അക്ബറൊക്കെ പിന്നെ ഗുണ്ടാ മൂഡിലേക്ക് മാറി. അക്ബറിനൊക്കെ പിന്നെ ഇനി അങ്ങനെ മതി. അതായത് ഈ ക്വാളിറ്റി ഓഫീസേഴ്സിൻ്റെ അടുത്ത് ശരിക്കും ഓണേഴ്സ് പോയാൽ മതി. ഇവന്മാർ പോകേണ്ട ആവശ്യമില്ല, ബോട്ടിൽ സെല്ലേഴ്സ് പോകേണ്ട ആവശ്യമില്ല.
ഇവിടെ പിന്നെ എല്ലാ ടാസ്കിലും ഇങ്ങനെയാണല്ലോ. എവിടെയെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ്, ഒരു ക്യാമറയിൽ 10 ആൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ചക്കക്കൂട്ടാൻ കണ്ട മറ്റേ കുട്ടികളെ പോലെ ഓടി വന്ന് വട്ടം കൂടും. തേനീച്ചക്കൂട്ട് കല്ലെറിഞ്ഞ മാതിരി ഇവിടുന്ന് അറിയില്ല, എല്ലാവരും കൂടി വന്നിരുന്നിട്ട് പിന്നെ സത്യത്തിന് ഒരു കാര്യം ഈ ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് എടിപിടി വിടില്ലേ, അതേപോലെയാണ്. ഒരു കണ്ടന്റ് തുടങ്ങിയാൽ പിന്നെ കാട്ടി പിടി വലിയാണ്. പിന്നെ അതിനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. സംസാരത്തിൽ നമുക്കൊരു ക്ലാരിറ്റി മനസ്സിലാവില്ല, ആക്ഷൻസിൽ നമുക്കൊരു ക്ലാരിറ്റി മനസ്സിലാവില്ല. പിന്നെ അങ്ങോട്ട് തുടങ്ങി അടി, വീണ്ടും അടി തുടങ്ങിയാൽ അതിനിടയിൽ ഒനീൽ നേരത്തെ പറഞ്ഞ പോലെ ഒനീലെ കൊണ്ട് നടക്കുന്നില്ല. ഒനീലിന് വെച്ച ടാസ്ക് തന്നെ, ആ തൊപ്പി ടാസ്ക് തന്നെ നൂറ കൊണ്ടുപോകാൻ കാരണം ഇവൻ്റെ ഈ ലേസിനെസ് കൊണ്ടാണ്. മനസ്സിലായോ? പിന്നെ ആ മറ്റേ റോക്കറ്റ് വിടുന്ന പരിപാടി അതാണ് ചെയ്ത്. പിന്നെ ആ ഒരു ലക്ഷ്മി മസ്താനി സാധനം ഉള്ളതുകൊണ്ടാണ് അവിടെ കുറച്ചൊരു എന്താ പറയുക, ഒരു സാധനം കീപ്പ് ചെയ്ത് സംസാരിക്കാൻ പറ്റി. അത് അയാളുടെ ആ ഒരു വയസ്സിൻ്റെ മെച്യൂരിറ്റി കൊണ്ട് അയാൾ ചെയ്തതായിരിക്കണം. അതുമാത്രമാണ് ഒനീലിനുള്ളൊരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടൻറ്റ് കൂടി ആഴ്ച ഇല്ലെങ്കിൽ ഈ ചങ്ങായി എന്നോ പോകണ്ടേ. എനിക്ക് തോന്നുന്നത് ഇനി ഈ ഒരാഴ്ച ചിലപ്പോൾ സർവൈവ് ചെയ്യുമായിരിക്കും, അടുത്ത ആഴ്ച ഇല്ല. കാരണം അത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇങ്ങനെ പോകും. അടുത്ത ആഴ്ച ഒനീൽ ഇനി തോന്നുന്നില്ല വീട്ടിനകത്ത് ഡിസേർവിങ് ആണ് നിൽക്കാനുള്ളത്, ഒട്ടുമല്ല തോന്നുന്നത്. കാരണം ഇങ്ങനെ ടാസ്ക് പൊളിക്കാനാണെങ്കിൽ പിന്നെ നിന്നിട്ട് എന്ത് കാര്യം. കൂട്ടത്തിൽ ഇപ്രാവശ്യം എന്താവും എന്നറിയോ, മിക്കവാറും അഭിലാഷ് ഭയങ്കര കൂട്ട് താഴെ തോന്നും, അഭിലാഷ് ചാടുമ്പോൾ ഇവ ഒറ്റയ്ക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ ഇതിലും മോശമായൊരു മുഖം എടുത്ത് പുറത്തേക്ക് ഇടും. ഞാൻ ഒറ്റയാന്നുള്ളൊരു സാധനത്തിലേക്ക് വീണ്ടും അവിടെ വല്ല എരപ്പാളിത്തരവും കാണിക്കും ഇതേപോലെ ടാസ്കിൻ്റെ ഇടയിൽ. ലാസ്റ്റ് നാട്ടുകാർ വെറുത്ത് പുറത്തുള്ളൊരവസ്ഥയ്ക്കാണ് FC പോയിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും രണ്ടാമത്തെ ടാസ്കും എല്ലാവരും കൂടിയും ചേർന്ന്, രണ്ടാമത്തെ ഫേസ് ടാസ്കിൻ്റെ രണ്ടാമത്തെ ഫേസും എല്ലാവരും കൂടിയും ചേർന്ന് ഇടിച്ചു പൊളിച്ച് കൈ കൊടുത്തു. എഗെയിൻ ഈ പറഞ്ഞ അനുമോക്കും ഈ പറഞ്ഞ ജിഷിനും ഒരു ഫൈനൽ സാധനത്തേക്ക് രണ്ടുപേർക്കും എത്താൻ പറ്റുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കോംപ്രമൈസ് ചെയ്തില്ല. അവിടെയും അനീഷ് കയറി സ്കോർ ചെയ്തു. അനീഷ് ബെഗ് ചെയ്ത് അതായത് എൻ്റെ സ്ഥാപനം പൂട്ടിപ്പോകും, EMI ഉള്ളതാണ്, എനിക്ക് വർക്കേഴ്സിന് ജോബിനുള്ളതാണ്, അങ്ങനെ പറഞ്ഞ് ഇയാളെ അവിടൊക്കെ ഇങ്ങനെ നിരങ്ങണം. അതൊക്കെ അയാൾക്ക് മാസീവ് പ്ലസ്സാണ്. മാസീവ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് വോട്ട് കയറാൻ വേറെ ഒന്നും വേണ്ട. ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഈ സാധനങ്ങൾ മാത്രം പുറത്തു പോയാൽ മതി. അങ്ങനത്തെ ഗെയിം, അൾട്രാ ഗെയിം ആണ് അനീഷ് വെച്ചത്. അനീഷ് ഇത് എന്താണെങ്കിലും പഠിച്ച് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അനീഷ് കാണിച്ചിട്ടുണ്ട്, എവിടെ എന്ത് വെക്കണം എന്നുള്ളത് അത് കൃത്യമായി കാണിക്കുന്നുണ്ട്. അത് അയാൾ ചെയ്തു. അത് കഴിഞ്ഞു ആ ടാസ്കും ലാസ്റ്റ് എന്തായി, മൂഞ്ചി പൊട്ടിപ്പോയി. ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, അരോചകം എന്നൊക്കെ പറഞ്ഞിട്ടാവും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവും, മതി മക്കളെ നിർത്ത്, എന്താ പകളെ ലാസ്റ്റ് തീരുമാനം, ആർക്കും ഇല്ലേ, വേണ്ട നിർത്തിക്കോളി, പരിപാടി നിർത്തിക്കോളി. അങ്ങനെ പരിപാടി എങ്ങനെ എല്ലാം കൂടി ഇന്ന് പൊളിച്ച് കൈ കൊടുത്ത് പണ്ടാറാക്കി വിട്ട്. അതുകൊണ്ട് ഇവരുടെ കണ്ടന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഒന്നും കണ്ടസ്റ്റൻസിന് താല്പര്യമില്ല, അവരുടെ ഒരു കണ്ടന്റ് ഉണ്ട്. ഏത്? ബാക്കിയുള്ളവൻ്റെ പിഴപ്പ്, പിന്നെ ഫുഡ്, കിച്ചൺ ഏരിയയിൽ ഫുഡ്, അത് വീണ്ടും തുടങ്ങി. വെജ് നോൺ വെജ് ഇപ്പോഴത്തെ സാധനം അതാണ് അവിടെ, വെജ് നോൺ വെജാണ്. അത് പറഞ്ഞു തുടങ്ങി. ജിഷിനും ഗിസേലും തമ്മിൽ അടിയാവും എന്ന് വിചാരിച്ചോടത്ത് ബിന്നിയും ഗിസേലും തമ്മിൽ അടിയായി. ബിന്നിയും ഗിസേലും കൂടി അടിയായ സമയത്ത് ഗിസേൽ എന്തോ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മി വെറുതെ വിടും, ലക്ഷ്മി എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ്, അപ്പുറത്ത് ബിന്നിക്കിട്ട് തിരിച്ചു കൊടുത്ത്. അത് ഇനി ആ ഒരു സംഗതി ഇങ്ങനെ കടന്നിട്ട് അതിങ്ങനെ ഈ ചീഞ്ഞ സാധനങ്ങൾ ഇത് മാത്രമേ ഇവർക്ക് ഈ കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നു. ഇവർ തമ്മിലടിക്കുന്ന ഈ ചീഞ്ഞ സാധനങ്ങളും പരിപാടികളും. ഇന്ന് ടാസ്ക് മര്യാദയ്ക്ക് കളിച്ചിട്ട് ടാസ്കിനിടയിലുള്ള എന്തെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ വീണ്ടും രസമുണ്ടായിരുന്നു. ഇത് അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തുന്നില്ല. കാര്യങ്ങൾ വീണ്ടും ചുറ്റുന്നത് എവിടെയാണ്? അടുക്കള, ഫുഡ്, ബാക്കിയുള്ളവൻ്റെ കിടപ്പ്. ഇതിലിങ്ങനെ ചുറ്റിയിട്ടാണ് അവിടുത്തെ എൻറ്റയർ സാധനവും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തൊരു ഗതികേടാന്ന് ആലോചിച്ചു. ഞാൻ ആലോചിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ടീമിൻ്റെ ഒരു അവസ്ഥ, അവരുടെ ഒരു ഗതികേടാണ്. ഇത്രയും എണ്ണത്തിന് ഞാൻ ആലോചിച്ചു ഇവരെങ്ങനെ സഹിക്കുന്നു, ഇവരെ എന്തൊരു കഥയാണ്. ഒരു ടാസ്ക് ഫുള്ളായാലല്ലേ അവർക്ക് റിവാർഡ് കൊടുക്കാൻ പറ്റും. ഒരു ടാസ്ക് ഫുള്ളായാലല്ലേ അവരുടെ ഷോമാൻഷിപ്പ് ഉണ്ടല്ലോ. ഒരു സാധനം ചെയ്യുമ്പോൾ അതിലവരുടെ എന്താ എഫേർട്ട്, ഏത് ആംഗിളിലുള്ള ആൾക്കാരെ എങ്ങനെ അവരുടെ ടാസ്ക് പെർഫോമൻസ് എങ്ങനെ കാണിക്കാൻ പറ്റും, എങ്ങനെ കാണിക്കും, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ ബിഗ് ബോസിൻ്റെ എൻറ്റയർ ഹിസ്റ്ററിയിൽ
എന്താണെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാതെ ആരും എന്തായിട്ടില്ല, ഒരു വിന്നറായിട്ടില്ല. ഈ സീസണിൽ നന്നായി ടാസ്ക് പെർഫോം ചെയ്യുന്ന എത്ര പേരുണ്ട്? ടാസ്കും കൂടിയും പെർഫോം ചെയ്യണം, അല്ലാതെ ജനങ്ങൾ വോട്ട് മാത്രമല്ല, ടാസ്ക് പെർഫോം ചെയ്ത്. ഇത് ടാസ്ക് നടക്കുന്നില്ലല്ലോ, ടാസ്ക് പൊളിഞ്ഞു പോവാണ്. പൊളിഞ്ഞു പോയ ടാസ്കിൽ പിന്നെ വിന്നറില്ല. പെർഫോമർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് ഏതെങ്കിലും 1-2 ആളെ കണ്ടുപിടിക്കാൻ, അല്ലാതെ ഒരു വിന്നറില്ല, അല്ലെങ്കിൽ ഒരു ടോപ്പ് നോച്ച് ടാസ്ക് പെർഫോമർ ഇല്ല. ആ രീതിക്ക് കാര്യങ്ങൾ മാറുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബിഗ് ബോസ് സീസണിലായിരിക്കും ആരാണോ വിന്നറാവുന്നത് ഒരു ടാസ്ക് പെർഫോമർ അല്ലാത്തൊരാൾ ചിലപ്പോൾ വിന്നറാവും. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ സീസണിലെ വിന്നറെ കുറിച്ച് പലതും പറയാനുള്ളത്, പക്ഷേ ഈ ബ്ലഡി ടാസ്ക് പെർഫോം ചെയ്തിട്ടുണ്ട് അയാൾ. ജിൻഡോ ടാസ്ക് കൃത്യമായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര എഫേർട്ട് ചെയ്യുന്നു അയാൾക്കൊക്കെ ടാസ്കിന്, പെർഫോമൻസിന്. ഇതൊരു കോപ്പും ഇവർ ചെയ്യുന്നില്ല. ടാസ്ക് നടക്കുന്നില്ല, നടന്നാലേ പെർഫോമറെ കിട്ടും, അതുമില്ല. എന്തോന്നാണ് ചെയ്ത്? സത്യത്തിന് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. കാരണം ടാസ്ക് ഈ രീതിയിലൊക്കെ പൊളിച്ചു കളയുക എന്ന് പറയുമ്പോണ്ടല്ലോ, ഇതിപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ രീതിയിൽ അല്ലാത്ത രീതിയിൽ ഇവർ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീസണിൽ വരുന്നുണ്ട് അവർ ബിഗ് ബോസ് പറഞ്ഞ രീതിയിലെങ്കിലും വേറെ രീതിയിലേക്ക് കളിച്ച്, പക്ഷെ അതിനൊരു എൻഡ് റിസൾട്ട് ഉണ്ട്. ഇതെന്താ എൻഡ് റിസൾട്ട്? ഇന്നത്തെ ടാസ്കും ബഹിഷ്കരിച്ചിരിക്കുന്നു, നിർത്തിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. ഇതിങ്ങനെ പറയാൻ ബിഗ് ബോസിൻ്റെ പരിപാടി. ഇവർക്ക് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഈ കൊടുത്ത ഡ്രസ്സ് ഉള്ളിൽ തിരിച്ചു മേടിക്കുക, എന്നിട്ട് വീണ്ടും പണിപ്പുരയെ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് വീണ്ടും രണ്ടാമതും കാര്യങ്ങൾ തുടങ്ങും. അതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ടാസ്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് അടുത്ത ആഴ്ച മുതൽ വീട്ടുകാരെ വിളിച്ച് കയറ്റുക. എന്നാൽ ഇമോഷനും സെൻറ്റിമെൻസും കുറച്ച് കരച്ചിലുമായിട്ട് ആ സാധനമെങ്കിലും പുറത്തേക്ക് വിടാമല്ലോ. ഇതെന്തോന്നിത്? ഈ സാധനം ഇങ്ങനെ ടാസ്ക് പൊളിക്കുന്ന പരിപാടിയാണെങ്കിൽ വളരെ മോശമാണ്. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ വട്ടം ഒനീലിനൊക്കെ കൊടുത്ത മാതിരി വല്ല റോക്കറ്റും പുറത്തുള്ള ടാസ്ക് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അത് ഓരോ സീസണിൽ നമ്മളൊക്കെ സീസണിൽ എത്ര എൻഡ്യൂറൻസ് സാധനങ്ങൾ വന്നിട്ടുണ്ടറിയോ? ഊപ്പാടിളകും കളിച്ചിട്ട്. അങ്ങനത്തെ വല്ല ഐറ്റം ഇട്ട് കൊടുക്കണം. എൻഡ്യൂറൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സ്ട്രെങ്ത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടക്കെട്ട അവിടെ. ഇല്ലാതെ ഇങ്ങനത്തെ ട്രിക്കി ആയിട്ടല്ലെങ്കിൽ 3-4 സ്റ്റെപ്പിൽ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഒരു കാര്യമില്ല. ഇവന്മാർക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. ട്രേഡ് എങ്ങനെ നടത്താം, എങ്ങനെ വേറൊരു ടീമുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കൊളാബ് അടിക്കാം, അതിൽ നിന്ന് എങ്ങനെ ഒരു എൻഡ് റിസൾട്ട് ഉണ്ടാക്കാം, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു ഓർഗാനിക് കണ്ടൻറ്റ് വരാം, അതൊന്നുമില്ല. ഇതിങ്ങനെ അടിക്കണം. ഇത് തന്നെ കക്കണം, തിന്നണം, അടിക്കണം, കിടക്കണം, കക്കണം, തിന്നണം, അടിക്കണം, കിടക്കണം. ഇത് മാത്രം. ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ മറ്റവൻ്റെ അതും നോക്കണം, മറ്റതും നോക്കണം. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിൽ. ഇനി നാളത്തെ എപ്പിസോഡ് നോക്കാം. ഇന്ന് രാത്രി പിന്നെ അവിടെ ഇരുന്ന് അനുമോളം മോട്ടറാക്കുന്നുണ്ട് ആദിലും ഡോറയും. രണ്ടാളും കൂടി തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് പൂമ്പാറ്റകൾ തോന്നുന്നുണ്ട്. ഞങ്ങളെ വേറെ നെഗറ്റീവ് ആക്കുക ആരും വേണ്ട, ഞങ്ങൾ മാത്രം മതി. ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പുറത്തുനിന്ന് അതിന് പ്രത്യേകിച്ച് കൊട്ടേഷനൊന്നും വേണ്ട. അനുമോൾ പിന്നെ ആ നെഗറ്റീവ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം.